ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇന്നലെ ഞാനൊക്കെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ സമയം കിട്ടണില്ല. മാർക്കറ്റിൽ നിന്ന് വന്ന് വീട്ടിലെ ജോലിയൊക്കെ തീരുമ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ആവും. എന്തായാലും 12 മണി 1 മണിക്ക് ആവും. പിന്നെ എനിക്ക് ഉറക്കം വരും, ഞാൻ കിടന്നുറങ്ങും. പിന്നെ 2 മണി 2:30 ആകുമ്പോഴത്തേക്ക് എണീക്കും, ഫുഡ് കഴിക്കും. ഒരു 2:45 ചിലപ്പോൾ 3 മണിക്കൊക്കെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് ഓടാൻ പോകും. പിന്നെ രാത്രി കയറി വരുമ്പോൾ ഫുള്ള് ടയേർഡായിട്ടായിരിക്കും വരിക. പിന്നെ രാത്രിയിലത്തെ എന്തെങ്കിലും പണിയോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഞാൻ ഫ്രഷായി വന്ന് കിടക്കുകയും കാര്യമൊക്കെ ആകുമ്പോഴത്തേക്കും സമയമാവും. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും ആ ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ്. പുതിയ വിശേഷം എടുത്തു പറയേണ്ട സന്തോഷമുള്ളൊരു കാര്യം, നന്ദു 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. നന്ദുവിന് ആവറേജ് മാർക്കുണ്ട്. എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു വക പഠിക്കില്ലായിരുന്നു അവൻ. എൻ്റെ പരാതി മുഴുവനും അവൻ പഠിക്കാത്തതിനെ പറ്റിയിട്ടായിരുന്നു. നന്ദുവിൻ്റെ അടുത്ത് എപ്പോഴും ഞാനിങ്ങനെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു, മോനെ പഠിക്കി, ബുക്കെടുത്ത് പഠിക്കി, നീ പഠിക്കി, എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അവൻ്റെ കാര്യത്തിലായിരുന്നു കുറച്ച് അധികം ടെൻഷൻ ഉണ്ടായിരുന്നത്. എന്താ വെച്ചാൽ അവൻ 10ാം ക്ലാസ് അല്ലേ, അപ്പോൾ അവൻ പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ പറയും, എന്നെ അറിയണ ആളുകളൊക്കെ ചോദിക്കും, നന്ദു 10 പാസ്സായോ, അല്ലെങ്കിൽ മോൻ 10 പാസ്സായോ, ഇങ്ങനെ ചോദിക്കുമല്ലോ എന്തായാലും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എന്തിനാ അവരുടെ അടുത്ത് ഞാൻ 10ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞത്, ഞാൻ 9ലാണെന്ന് പറഞ്ഞാൽ പോരെ. അവൻ കോമഡി ആയിട്ട് ഇങ്ങനെ പറയും. പക്ഷെ നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം. ഞാൻ ജസ്റ്റ് പാസ്സായാൽ മതി, ആ ഒരു സംഭവം അതുതന്നെയായിരുന്നു മനസ്സിൽ മുഴുവനും. പക്ഷേ അവന് ആവറേജ് മാർക്കുണ്ട്. 2A+, ഒരു A, പിന്നെ B+B, C+C, അങ്ങനെയാണ് അവൻ്റെ മാർക്ക് കിടക്കുന്നത്. മാർക്കല്ല, ഗ്രേഡ് കിടക്കുന്നത്. എനിക്കൊരുപാട് സന്തോഷം. എന്നുവെച്ചാൽ അത്രയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് എനിക്കൊരുപാട് സന്തോഷം. പിന്നെ എനിക്കറിയണവരൊക്കെ അത്യാവശ്യം നമ്മൾ വിളിച്ച് പറയേണ്ടവരൊക്കെ വിളിച്ച് പറഞ്ഞു. വളരെ കുറഞ്ഞ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിളിച്ച് സംസാരിച്ച് സമയം പോകണം. അവർക്കും ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ട്. അങ്ങനെ അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതങ്ങനെ. പിന്നത്തെ വിശേഷം, എനിക്ക് ശബ്ദം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കാൻ നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ തന്നെ വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്. ഞാൻ ഇന്നിപ്പോൾ പകരം ഒട്ടും ഉറങ്ങിയിട്ടില്ല. എൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും. സമയം കിട്ടിയില്ല. പിന്നെ വണ്ടിയുടെ ഷീറ്റ് ഉണ്ടല്ലോ, സൈഡ് ഷീറ്റ്, അപ്പോൾ മഴ ഇടയ്ക്കിപ്പോൾ മഴ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ചാറി പോവുക ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഷീറ്റിൻ്റെ ഒരു അതിൻ്റെ ആ പ്രസ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കതൊന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. പിന്നെ മീറ്റർ പൊട്ടിക്കെടുക്കുകയാണ്. അപ്പോൾ മീറ്റർ ഒന്ന് റെഡിയാക്കാനുണ്ട്. മീറ്റർ എന്തായാലും ഇന്ന് റെഡിയാക്കില്ല, പക്ഷേ അത് അവരുടെ അടുത്ത് ചോദിക്കണം എപ്പോഴാണ് വരേണ്ടത്, എത്ര രൂപയാവും എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കൂടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീറ്റിൻ്റെ സെറ്റായിട്ടുണ്ട്. ആ ഒരു പ്രസ് ബട്ടൺ എനിക്ക് അവർ വെച്ച് തന്നു. അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഷീറ്റ് കീറിയിട്ടില്ലായിരുന്നു. പിന്നെ മീറ്റർ മറ്റന്നാൾ ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ സമയമേ പണിയുള്ളൂ, പക്ഷേ നാളൊക്കെ അവർക്ക് തിരക്കാണ്. അപ്പോൾ മറ്റന്നാൾ പോരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളത് ഇക്കൊല്ലം സ്കൂൾ ട്രിപ്പ് എടുക്കാനുണ്ട്. സെയിം സ്കൂൾ തന്നെയാണ് വിചാരിക്കണത്. കിട്ടുമെന്ന് എനിക്കറിയില്ല, ചെന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ 2 സൈഡും ഭയങ്കരമായിട്ട് ഓപ്പൺ ആയി കിടക്കണല്ലോ. അപ്പോൾ അവിടെ ഒരു സൈഡിൽ 2 എന്തെങ്കിലും കമ്പി പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പോൾ അതിൻ്റെ പണിയും എനിക്ക് തോന്നുന്നു അത് മറ്റന്നാളൊന്നും ചെയ്തു തരില്ല. മീറ്റർ മാത്രമേ മറ്റന്നാൾ ചെയ്തു തരുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ലാസ്റ്റ്, അടുത്ത ആഴ്ച എങ്ങാനും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അവർക്ക് തിരക്കാണ് അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. പിന്നെ ഇന്ന് അത് കാരണം ഞാനൊന്നും ഉറങ്ങിയില്ല. എൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞു. വീട്ടിൽ വന്ന് നമ്മൾ പണിയെടുക്കാൻ തുടങ്ങി പണി തീരില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വൃത്തിയാക്കും, എടുത്തു വെച്ചും കഴുകിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പാത്രം കഴുകും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പണി. അതുകൊണ്ട് ഇന്ന് ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ആ ഷീറ്റിൻ്റെ കാര്യം സെറ്റായി. ഇല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാലേ ഒരു ഭാഗത്തെ ഏറ്റവും താഴത്തെ പ്രസ്സാണ് പോയി കിടക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മഴ കുറച്ചൊക്കെ ഒന്ന് പെയ്യുമ്പോൾ തന്നെ
നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അടിഭാഗം ഇങ്ങനെ പറന്നു പോകും കാറ്റിന്, മഴ പെയ്യണ സമയത്ത്. അങ്ങനെ പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ഇന്ന് കുറച്ച് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറുകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് പിന്നെ ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുന്നു. നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നുണ്ടോ. പിന്നെ എന്തെന്നാ വേറെ വിശേഷം, നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഇന്ന് മത്തി പൊരിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തിരി ചോറ്, ഒരു പേരിന് ഇത്തിരി ചോറ് കഴിച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഈ ഒരു വീഡിയോയിൽ ചേച്ചി വന്ന സമയത്ത് നമ്മൾ മിഠായി തെരുവിൽ പോയ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക, എന്തെങ്കിലും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക, അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയിട്ടാ, അത് മീഷോന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ 500 സംതിങ്ങിന് വാങ്ങിയ സ്റ്റാൻഡായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു ഫോൺ വയ്ക്കുന്ന ആ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു പോവുമായിരുന്നു, ഏത് സമയവും തിരിഞ്ഞു പോവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കേടായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ സ്റ്റാൻഡൊക്കെ മേടിക്കണം. ഇപ്പം അത്യാവശ്യമായിട്ട് ഞാൻ മേടിക്കണില്ല, എനിക്കതല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാൻഡ് എന്തായാലും മേടിക്കണം. അത്ര അത്യാവശ്യമൊന്നുമില്ല, കൈയൊക്കെ പിടിക്കും, കയ്യിലിങ്ങനെ ഫോൺ പിടിച്ചിട്ട് കൈ കഴിക്കുന്നു, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ കൂടി ഇതിലിടാം. അപ്പോൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വരല്ലേ നമുക്ക്. മരുന്നൊക്കെ വലിച്ചതിൻ്റെ കുറച്ചൊന്ന് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശബ്ദമൊന്ന് കുറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിയും പിള്ളേരും കോഴിക്കോട് വന്നിട്ട് നമ്മൾ ബീച്ചിലും അതേപോലെ മാളുകളിലൊക്കെയാണ് പോയത്. ഇവിടേക്ക് പോയിട്ടില്ലായിരുന്നു, മിഠായി തെരുവിൽ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഞായറാഴ്ച പോകാം, അന്ന് നമുക്ക് സൺഡേ മാർക്കറ്റിലുള്ള കാര്യങ്ങളൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചകളിലും മിഠായി തെരുവിൽ തെരുവോര കച്ചവടമാണ് നടക്കുക. ഈ ഷോപ്പിലുള്ള കച്ചവടത്തിനെക്കാട്ടി കൂടുതൽ ഞായറാഴ്ചകളിൽ തെരുവോര കച്ചവടക്കാർക്കാണ് കൂടുതൽ കച്ചവടം ഉണ്ടാവുക. അവരെന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ റേറ്റിൽ, അത്രയും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അവിടെ പോയി കഴിഞ്ഞാൽ അതിനൊക്കെ അത്രയും കുറവാണെന്നുള്ളത്. അങ്ങനെ അത്രയും കുറഞ്ഞ റേറ്റിലുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റിയ തുണികളുണ്ടാവും. പിന്നെ എന്തെന്നാ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ടാവും അവിടെ പോയി കഴിഞ്ഞാൽ. പാത്രങ്ങൾ, പിന്നെ ഫാൻസി ഐറ്റംസ്, ബാഗ്, കുറേ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല അന്നത്തെ ദിവസം. ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ, അതായത് കമ്മത്ത് ലൈനിൻ്റെ ഭാഗത്തും പിന്നെ പാളയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അപ്പുറത്ത് രണ്ട് സൈഡും, ഓപ്പോസിറ്റ് സൈഡ് തന്നെ 2 സൈഡിലുള്ള ഭാഗത്തൊക്കെ ഉണ്ടാവും. പിന്നെ മൊയ്തീൻ പള്ളിയുടെ ഭാഗത്ത് അങ്ങനെ ഇങ്ങനെ നീണ്ട് നിരന്ന് കിടക്കുകയാണ്. അങ്ങനെ ഉണ്ടാവും സാധനങ്ങൾ. കാണാൻ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് കുറച്ച് പൈസയൊക്കെ ആയിട്ട് പോകണം, കാരണം ഈ കുറഞ്ഞ റേറ്റ് ആണെങ്കിൽ നമ്മൾ വാങ്ങി വരുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങി പോകും കണ്ടാൽ. അപ്പോൾ കുറച്ച് പൈസ അങ്ങോട്ട് ആവുമല്ലോ. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം നമ്മൾ പോകുമ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 10 മണി 10:30 ഒക്കെ ആയിരുന്നു ഇറങ്ങുമ്പോൾ. പിന്നെ അവിടെയൊക്കെ എത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ പിന്നെ കുട ഉണ്ടായിരുന്നു, ഞാൻ വേഗം കുട നിവർത്തി ഞാനും കുഞ്ഞുസും കുടയിലൊക്കെ ആയിരുന്നു കുറേ സമയം നടന്നിരുന്നത്. പിന്നെ ചേച്ചി പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകാനുള്ള പാത്രവും വെള്ളം കുപ്പിയും പിന്നെ ബാഗ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ മിഠായി തെരുവിൻ്റെ ഉള്ളിൽ തന്നെ OSSൻ്റെ ഉള്ളിൽ നിന്നാണ്. അവിടെ കുറേ അധികം ഉള്ളത് ഹോൾസെയിലിൻ്റെ ഷോപ്പുകൾ അധികം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ, തുണികളായാലും പാത്രങ്ങൾ, അത് പിന്നെ എപ്പോഴും ഉണ്ടാവും അവിടെ. എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, കുട്ടികൾക്ക് വേണ്ടതും വലിയവർക്ക് വേണ്ടതൊക്കെ. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള ഷോപ്പിൽ നിന്ന്, നമ്മൾ പുറത്തുനിന്നൊക്കെ പോയിട്ട് വാങ്ങുന്ന ഷോപ്പിൽ നിന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല റേറ്റ് കുറവുണ്ടാവും. അങ്ങനെ ഞാൻ ആദ്യമൊക്കെ അവിടെ നിന്നാണ് ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ് വാങ്ങിയിരുന്നത് OSSൻ്റെ ഉള്ളിൽ നിന്ന്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കടയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ നോക്കി ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. എന്തായാലും എല്ലാവരും പോയ പോലെ തന്നെ തിരിച്ചു വരുമ്പോഴും അതേ സന്തോഷത്തോടു കൂടി തന്നെയാണ് വന്നത്. അത്യാവശ്യം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ പിള്ളേരെ കയ്യിൽ കൊടുത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ. ബൈ.